നമസ്കാരം. ഇസ്രയേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി 5 തായ് പൗരന്മാർ ഉൾപ്പെടെ 8 ബന്ദികളെയാണ് ഇന്ന് ഹമാസ് മോചിപ്പിച്ചത്. അതിൽ തന്നെ ഇസ്രയേലി ഡിഫൻസ് ഫോഴ്സിന്റെ ഭാഗമായ കേവലം 20 വയസ്സ് മാത്രം പ്രായമുള്ള അഗം ബർഗറിനെ മോചിപ്പിക്കുന്ന ദൃശ്യങ്ങളാണിത്. 2023 ഒക്ടോബർ 7 ഹമാസ് ബന്ദിയാക്കിയ അഗം ബർഗറിന് 482 ദിവസങ്ങൾക്ക് ശേഷമാണ് മോചനം ലഭിക്കുന്നത്. 2023 ഒക്ടോബർ 7 ഹമാസ് തെക്കൻ ഇസ്രയേലിൽ ആക്രമണം നടത്തിയപ്പോൾ ഗാസയ്ക്ക് സമീപമുള്ള നഹാൽ ഓസ് സൈനിക താവളത്തിൽ സേവനമനുഷ്ഠിക്കുന്നതിനിടയിലാണ് അഗം ബർഗറിനെ ഹമാസ് തട്ടിക്കൊണ്ടുപോകുന്നത്. അതിർത്തി നിരീക്ഷണ ഓഫീസറായി ഇസ്രയേലി ഡിഫൻസ് ഫോഴ്സിൽ ജോലിയിൽ പ്രവേശിച്ചിട്ട് ഒരു ദിവസമായതേ ഉണ്ടായിരുന്നുള്ളൂ ബർഗറിനെ ഹമാസ് ബന്ദിയാക്കി മാറ്റുമ്പോൾ. ബർഗറിനൊപ്പം മറ്റു 4 വനിതാ IDF സോൾജേഴ്സ് കൂടി ഹമാസിന്റെ പിടിയിലകപ്പെട്ടിരുന്നു. ഇവരെ ഇതിനകം തന്നെ ഹമാസ് മോചിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് ഹമാസ് മോചിപ്പിച്ച 8 ബന്ദികളിൽ ആദ്യം വിട്ടയച്ചത് അഗം ബർഗറിനെയാണ്. വടക്കൻ ഗാസയിലെ ജബാലിയിൽ വെച്ചാണ് ഹമാസ് റെഡ് ക്രോസിന് അഗം ബർഗറിനെ കൈമാറിയത്. അഗം ബർഗറിനെ റെഡ് ക്രോസിന് കൈമാറുന്ന സമയത്ത് ഇസ്രയേലിന്റെ ബോംബ് വീണ് തകർന്ന കെട്ടിടങ്ങളിൽ ഉൾപ്പെടെ ജനങ്ങൾ തടിച്ചുകൂടിയിരുന്നു. ജനുവരി 19 തുടങ്ങിയ ഇസ്രയേൽ ഹമാസ് സമാധാന കരാറിന്റെ ഭാഗമായിട്ടാണ് ബന്ദികളെ ഹമാസ് ഘട്ടം ഘട്ടമായി മോചിപ്പിക്കുന്നത്. 2000 പാലസ്തീൻ തടവുകാരെ ഇസ്രയേൽ വിട്ടയക്കുന്നതിന് പകരമായി 33 ഇസ്രയേലി ബന്ദികളെ ഹമാസും മോചിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഹമാസിന്റെ കൈവശം അവശേഷിക്കുന്ന ബന്ദികളിൽ 8 പേരെ ഇതിനകം തന്നെ ഹമാസ് കൊലപ്പെടുത്തിയിരിക്കാമെന്നാണ് ഇസ്രയേൽ പറയുന്നത്. അഗം ബർഗറിനെ കൂടാതെ ഇന്ന് ഹമാസ് വിട്ടയച്ചത് സിവിലിയന്മാരായ അർബൈൻ യഹൂദ്, ഗാഡി മോസസ് എന്നിവരെയാണ്. ഇവരെ മോചിപ്പിച്ച ശേഷം 5 തായ് പൗരന്മാരെ കൂടി ഹമാസ് മോചിപ്പിച്ചിരുന്നു. ഹമാസും തായ്ലൻഡ് സർക്കാരും തമ്മിലുള്ള പ്രത്യേക ഇടപാടിലാണ് ഇവരെ വിട്ടയച്ചത്.